ചില വചനങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മാനുഷ്യമായ പരാധീനതയും പരിമിതിയും കൊണ്ട് വചനങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ അങ്ങനെ പറ്റാതെ വരുന്ന വചനങ്ങൾക്ക് മനുഷ്യന് അസാധ്യമായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ദൈവത്തിനെല്ലാം. അപ്പം നിൻ്റെ പരാധീനത കർത്താവ് കൂടി പരിഹരിച്ചിട്ട് നിനക്ക് 100 മാർക്ക് തരും. നീ 55 എഴുതിയിട്ടുള്ളെങ്കിൽ ബാക്കി 45 കർത്താവ് ഗ്രേസ് മാർക്കായിട്ട് ഇട്ട്. ഗ്രേസ് മാർക്കുണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ സത്യസന്ധമായിട്ട് നമ്മൾ നിൽക്കണമെന്നേ ഉള്ളൂ. ഗ്രേസ് മാർക്കായിട്ടാണ് എല്ലാം ചെയ്തിരിക്കണത്. എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനുദ്ദേശിച്ചാണ് പറയണത്? നിത്യജീവൻ, വരാനിരിക്കുന്ന ലോകത്ത് നിത്യജീവൻ. മക്കളെ, ചില ജീവിതം കടുകട്ടിയാണ്. ചിലപ്പോൾ നിൻ്റെ അനിയത്തിയുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കും നിന്നേക്കാളും. പക്ഷെ നീ ആയിരിക്കും ദൈവത്തിൻ്റെ ആളായിട്ട് കുഞ്ഞുനാളും പോലെ ജീവിച്ചിട്ടുള്ളത്. നിൻ്റെ അനിയത്തിയാണെങ്കിൽ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല, ജീവിച്ച ആളാണ്. അവളാണെങ്കിൽ ചില സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിച്ചൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ പക്വതയാണ് ജീവിച്ചിരിക്കുന്നത്. അവളെ സംബന്ധിച്ചത് അവളുടെ തീരുമാനം എല്ലാം കറക്റ്റാണ്. ഇപ്പം നമുക്ക് തോന്നും മണ്ടത്തരം, നമ്മളെ ലൈനടിച്ച് കെട്ടിയാൽ മതിയായിരുന്നു. അവളങ്ങനെ ലൈനടിച്ച് കെട്ടിയിരിക്കലാണ്. ആ കെട്ടിയ ആ പാർട്ടി തന്നെ ഒരു പ്രത്യേക പാർട്ടിയാണ്. പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ദൈവമെന്നും പറഞ്ഞ് കർത്താവെന്നും പറഞ്ഞ് ഈശ്വരനെയും വിളിച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ ജീവിച്ചിട്ട് നമുക്കിപ്പോൾ നിമ്പത്തേക്കാൾ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ അവർ നമ്മളെ കൊഞ്ഞങ്ങാക്കിട്ട് ചിരിക്കും. നിങ്ങളെ വലിയ ദൈവം കളിച്ച് നടന്നിട്ട് എങ്ങനെ ഉണ്ട്, ഞൊട്ടിയില്ലെന്ന് ചോദിക്കും. അതാണ് പ്രശ്നം. ഞൊട്ടും നമ്മൾ ഈ ഭൂമിയിൽ വിശ്വാസി ചിലപ്പോൾ ഞൊട്ടിയെന്ന് വരും, അവിശ്വാസി രക്ഷപ്പെട്ടെന്നും വരും. അതിപ്പോഴെങ്ങോളമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ജീവിതത്തിലെ കപ്പയും കഞ്ഞിയും കണ്ടല്ല ജീവിക്കണത്. ഈ ഭൂമിയിലെ കപ്പയും കഞ്ഞിയും കണ്ടല്ല നമ്മൾ ജീവിക്കണത്. നമുക്ക് ഒരാളെ കണ്ട് ജീവിച്ചിക്കത്തുള്ളൂ. ദേ ഇരിക്കുന്ന ആളാ. അയാൾക്ക് എന്താ പ്രശ്നം എന്നറിയാവാ? അയാൾക്ക് മരണമില്ല. ശ്രുതികടെ ഹല്ലേലൂയ. എൻ്റെ മക്കളെ, അതിൻ്റെതൊക്കെ വരുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? വരാനിരിക്കുന്ന ലോകത്ത് എന്താണ് പറയണത്? നിത്യജീവൻ. എന്തെങ്കിലും വചനം പാലിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയും. പാലിക്കാൻ പ്രയാസമുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലെല്ലാം ദൈവം നിത്യജീവൻ വെച്ചിരിക്കുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സംസാരിച്ചില്ലേ? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എന്താണ് അവർ പറഞ്ഞത്? കേട്ടവരെന്താ പറഞ്ഞത്? ഈ വചനം ദുർഗ്രാഹ്യമാണ്, ഗ്രഹിക്കാൻ പറ്റണില്ല. യോഹന്നാൻ 6:60 ഈ വചനം ദുർഗ്രാഹ്യമാണ്. 6:68 ഈ വചനം ദുർഗ്രാഹ്യമാണ്. 6:60 മുതൽ 68 വരെയുള്ള വചനങ്ങൾ. 6:60 പറയണത് ഈ വചനം ഗ്രഹിക്കാൻ പറ്റണില്ല.